ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. നിലമ്പൂർ നഗരസഭയ്ക്കും MLAക്കുമെതിരെ ആഞ്ഞടിച്ച് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്. എന്ത് കിട്ടിയാലും അതിൽ നിന്നും എത്ര കമ്മീഷൻ അടിച്ചു മാറ്റാമെന്ന് ചിന്തിക്കുന്ന നഗരസഭയും അതിന് ഒത്താശ ചെയ്യുന്ന ജനപ്രതിനിധിയുമാണ് നിലമ്പൂരിൽ ഉള്ളതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. എന്ത് കിട്ടിയാലും അതിൽ നിന്ന് എന്ത് കമ്മീഷൻ അടിച്ചു പറ്റാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കുന്ന ഒരു മുനിസിപ്പൽ ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്ന, അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയുമാണ് നിലമ്പൂരിൽ എന്ന് നമുക്കൊക്കെ ബോധ്യമായി. ഈ വർക്ക് തുടങ്ങാൻ ആരൊക്കെയാണ് ഈ വർക്ക് നടത്തേണ്ടത്? 51% കേന്ദ്ര ഗവൺമെന്റ്, 49% സംസ്ഥാന ഗവൺമെന്റ്. 49% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന കാശ് ചെലവഴിച്ചാലേ കേന്ദ്ര ഗവൺമെന്റ് ബാക്കി തുക കൊടുക്കും. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിപ്പാത നിർമ്മാണത്തിന് 51% ഫണ്ട് കേന്ദ്ര സർക്കാരും 49% ഫണ്ട് സംസ്ഥാന സർക്കാരുമാണ് ചെലവഴിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ വിഹിതം ചെലവഴിച്ചാൽ മാത്രമേ കേന്ദ്ര വിഹിതം ലഭിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. പ്രവൃത്തിയുടെ ചുമതല റെയിലിനാണ്. പ്രവൃത്തിയുടെ ടെൻഡർ നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ആര്യാടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. ഇത് വർക്ക് തുടങ്ങാൻ ഈ വർക്ക് ടെൻഡർ ചെയ്തു. ഈ വർക്ക് നടത്തുന്നത് ആരാണ്? റെയിലാണ് വർക്ക് നടത്തുന്നത്. റെയിലിന് നമുക്കറിയാം, കുപ്രസിദ്ധമായ റെയിലാണ് വർക്ക് നടത്തുന്നത്. വർക്ക് നടത്താൻ അതിന് പ്രതിരോധമായി നിൽക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല പ്രതിസന്ധികളും ഉണ്ടാവും, പല വെല്ലുവിളികളും ഉണ്ടാവും. അതൊക്കെ സാധാരണയാണ്. പ്രത്യേകിച്ചും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ ഉണ്ടാവേണ്ട കാര്യം വരുമ്പോൾ. പക്ഷേ നമുക്കറിയാം, അത്തരം പ്രശ്നങ്ങളുള്ള നിരവധി പ്രവർത്തികൾ, വികസന പദ്ധതികൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്തും. കേരയിൽ സബ് പ്രവൃത്തി നടത്തിയ കരാറുകാരൻ മണ്ണ് അടിച്ചു കൊണ്ടുപോയതായും അദ്ദേഹം ആരോപിച്ചു. നഗരസഭാ ഭരണസമിതിക്കും MLAക്കുമെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. പക്ഷേ ഇവിടെ നടന്നു വരുന്നത് എന്താ? നമുക്കറിയാം, ഇതാരാണ് വർക്ക് ചെയ്യുന്നത്? കേരളയിലാണ്. കേരളയിലെ സബ് കൊടുത്തിരിക്കുന്നു ആർക്കാ? സുരഭിക്ക് സബ് കൊടുത്തിരിക്കുന്നു. സുരഭി നേരത്തെ പാലോളി പറഞ്ഞതുപോലെ 70 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയി? എന്താ ഇവിടെ ചെയ്ത വർക്ക്? എന്താ? കുഴിയെടുത്തപ്പോ സ്ഥിതി എന്താ? കുഴിയെടുത്ത മണ്ണ് കൊണ്ടുപോയി ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു. അതിന് 70 ലക്ഷം രൂപ എഴുതിയെടുത്തു. അതിന്റെ കമ്മീഷൻ പറ്റിയത് അന്വേഷിക്കണം. നമുക്ക് ഈ വർക്കിന് എന്തു സംഭവിച്ചു എന്നത് വളരെ കൃത്യമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗങ്ങളായ VA കരീം, NA കരീം, A ഗോപിനാഥ്, C സുജാത, ഷീബ പൂഴിക്കുത്ത്, കേമ്പിൽ രവി, MK ബാലകൃഷ്ണൻ, UA ലത്തീഫ്, മുസ്തഫ കളത്തുമടിക്കൽ, സൈഫു ഏനാന്തി, ഷിബു പാടിക്കുന്ന്, ആസിഫ് TMS, മൂർക്കൻ മനു, നഗരസഭാ കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.